India will be withdrawing its own defense, navy, and air advisors from the Indian High Commission in Islamabad. These posts in the respective High Commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5. The overall strength of the High Commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawwur Rana, India will be unrelenting in the pursuit of those who have committed acts of terror or conspired to make them possible. Thank you very much. Thank you, ladies and gentlemen. With that, we come to the closure of this press briefing. Thank you very much. സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നത് വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ എടുത്തിരിക്കുന്നത്. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ തൽക്കാലം അത് സ്റ്റേ ചെയ്ത് വയ്ക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. കരാറിൽ നിന്ന് തത്വത്തിൽ ഇന്ത്യ പിന്മാറുന്നു. അതുപോലെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കാനും തീരുമാനമായി. അതുപോലെ ഡൽഹി പാകിസ്ഥാൻ എംബസി പേഴ്സണൽ നോൺ ഗ്രാറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല വ്യക്തി എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കുന്നതിന് നയതന്ത്രപരമായ അയോഗ്യതയാണ് ഈ പേഴ്സണൽ നോൺ ഗ്രാറ്റ എന്ന് പറയുന്നത്. നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാന് കിട്ടാനുള്ള വെള്ളം കിട്ടാതെയാകും. മാത്രമല്ല, ഈ പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള വിസ മുഴുവൻ പിൻവലിച്ചിരിക്കുന്നു. പാകിസ്ഥാനി നാഷണൽസ് മുഴുവൻ 48 മണിക്കൂറിനകം ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോകണം എന്നാണ് പറയുന്നത്. എന്തായാലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഈ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ പരിമിതപ്പെടുത്തി കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഇന്ത്യയെ വളരെ പിന്തുണച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുകയും ചെയ്തു. മാത്രമല്ല, ഇനി ഇന്ത്യയിലേക്ക് പാകിസ്ഥാനി പൗരന്മാർക്ക് വിസ കിട്ടില്ല. ഈ ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാനികൾ 48 മണിക്കൂറിനകം ഇന്ത്യ വിട്ടു പോകണമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ നിലനിർത്തിയിരിക്കുന്ന പാകിസ്ഥാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ പരിമിതപ്പെടുത്തുമെന്ന് അറിയുന്നു. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് പാകിസ്ഥാൻ്റെ മേൽ ഇന്ത്യ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന് കർക്കശമായ താക്കീത് നൽകാൻ ഇന്ത്യ ഇതിലൂടെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാകുന്നു.